ഹായ് ഗൈസ്, എല്ലാവർക്കും പി എസ് സികളിലേക്ക് സ്വാഗതം. ഇവിടെ നമ്മൾ എല്ലാ ദിവസവും ഓരോ ക്വസ്റ്റ്യൻ പേപ്പർ വീതം ചെയ്യുന്നുണ്ട്. ഇന്ന് 26ാമത്തെ ദിവസമാണ്. 97/2025 അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പൂർണ്ണ സ്വരാജ് പ്രഖ്യാപിച്ചത് ഏത് സമ്മേളനത്തിൽ വെച്ചിട്ടായിരുന്നു? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പൂർണ്ണ സ്വരാജ് പ്രഖ്യാപിച്ചത് ലാഹോർ സമ്മേളനത്തിൽ വെച്ചിട്ടാണ്. 1929 ലാഹോർ സമ്മേളനത്തിൽ വെച്ചിട്ടാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പൂർണ്ണ സ്വരാജ് പ്രഖ്യാപിച്ചത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നിലവിൽ വന്നത് ഏത് വർഷമാണെന്ന് കമൻറ്റ് ചെയ്യണേ ഗൈസ്. അതുപോലെ തന്നെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യത്തെ പ്രസിഡന്റും ആരായിരുന്നു എന്നതും കമൻറ്റ് ചെയ്യണേ. തിരുവിതാംകൂർ ഭരണാധികാരിയായ മാർത്താണ്ഡവർമ്മ കർഷകരായ സൈനികർക്ക് അവരുടെ സേവന കാലഘട്ടത്തിൽ നൽകിയിരുന്ന നികുതി ഇളവ് ഏതു പേരിലാണ് അറിയപ്പെട്ടത്? തിരുവിതാംകൂർ ഭരണാധികാരിയായിരുന്ന മാർത്താണ്ഡവർമ്മ കർഷകരായ സൈനികർക്ക് അവരുടെ സേവന കാലഘട്ടത്തിൽ നൽകിയിരുന്ന നികുതി ഇളവ് അറിയപ്പെട്ടിരുന്നത് ഇറയിളി എന്ന പേരിലാണ്. കേരളത്തിൽ ബ്രിട്ടീഷുകാരുടെ പ്രത്യക്ഷ ഭരണത്തിന്റെ കീഴിലുണ്ടായിരുന്ന പ്രദേശം ഏതായിരുന്നു? കേരളത്തിൽ ബ്രിട്ടീഷുകാരുടെ പ്രത്യക്ഷ ഭരണത്തിന്റെ കീഴിലുണ്ടായിരുന്നത് മലബാർ പ്രദേശത്താണ്. മലബാർ പ്രദേശത്തായിരുന്നു ബ്രിട്ടീഷുകാർ പ്രത്യക്ഷ ഭരണം നടത്തിയിരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ. 1.25 കോടി മലയാളികൾ എന്ന ഗ്രന്ഥം രചിച്ചത് ആരാണ്? 1.25 കോടി മലയാളികൾ എന്ന ഗ്രന്ഥം രചിച്ചത് ഓപ്ഷൻ ബി എം ശങ്കരൻ നമ്പൂതിരിപ്പാടാണ്. EMS ആണ് 1.25 കോടി മലയാളികൾ എന്ന ഗ്രന്ഥം രചിച്ചത്. ശുദ്ധി പ്രസ്ഥാനം ഏത് പരിഷ്കരണ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടതാണ്? ശുദ്ധി പ്രസ്ഥാനം എന്ന് പറയുന്നത് ആര്യ സമാജവുമായി ബന്ധപ്പെട്ടതാണ്. ഈ ആര്യ സമാജം സ്ഥാപിച്ചത് ദയാനന്ദ സരസ്വതിയാണ്. 1875 ആര്യ സമാജം സ്ഥാപിച്ചത്. ശുദ്ധി പ്രസ്ഥാനം എന്നത് ആര്യ സമാജവുമായി ബന്ധപ്പെട്ടതാണ്. ബ്രഹ്മസമാജം സ്ഥാപിച്ചത് ആരാണ്? ബ്രഹ്മസമാജം സ്ഥാപിച്ചത് രാജാറാം മോഹൻ റോയ് ആണ്. സമത്വ സമാജം വൈകുണ്ഠസ്വാമികളുടേതാണ്. അലിഗഡ് പ്രസ്ഥാനം രൂപീകരിച്ചത് ആരാണെന്ന് കമൻറ്റ് ചെയ്യണേ ഗൈസ്. 1925 ജൂണിൽ അഴീക്കൽ തീരത്ത് 44 നോട്ടിക്കൽ മൈൽ അകലെ വെച്ച് കത്തിയമർന്ന കപ്പൽ കൊളംബോയിൽ നിന്നും മുംബൈയിലെ ഏത് തുറമുഖത്തേക്കാണ് യാത്ര തിരിച്ചത്? ഈ ക്വസ്റ്റ്യൻ ഡിലീറ്റഡ് ആയിരുന്നു. അടുത്ത ക്വസ്റ്റ്യൻ. താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന ഏതാണ്? കാറ്റിലൂടെ തിരശ്ചീന തലത്തിൽ താപം വ്യാപിക്കുന്ന പ്രക്രിയയാണ് അഭിവഹനം. കാറ്റിലൂടെ തിരശ്ചീന തലത്തിൽ താപം വ്യാപിക്കുന്ന പ്രക്രിയയാണ് താപചാലനം. കാറ്റിലൂടെ തിരശ്ചീന തലത്തിൽ താപം വ്യാപിക്കുന്ന പ്രക്രിയയാണ് സംവഹനം. ഇവിടെ ഒന്നാമത്തെ പ്രസ്താവന മാത്രമാണ് ശരിയായിട്ടുള്ളത്. കാറ്റിലൂടെ തിരശ്ചീന തലത്തിൽ താപം വ്യാപിക്കപ്പെടുന്ന പ്രക്രിയയാണ് അഭിവഹനം എന്ന് പറയുന്നത്. ഇവിടെ ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ളത്. താപം വ്യാപന പ്രക്രിയകൾ പ്രധാനമായിട്ടും 4 തരത്തിലാണുള്ളത്. താപചാലനം, സംവഹനം, അഭിവഹനം, ഭൗമവികിരണം എന്നിങ്ങനെ. താപചാലനം എന്ന് പറഞ്ഞാൽ ചൂടുപിടിച്ച ഭൗമോപരിതലത്തിനോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന ഭാഗത്തേക്ക് താപം പകരുന്നതിനെയാണ് താപചാലനം എന്ന് പറയുന്നത്. സംവഹനം എന്ന് പറഞ്ഞാൽ ചൂടായ വായു വികസിച്ച് ഉയരുന്നത് മൂലമാണ് സംവഹനം ഉണ്ടാകുന്നത്. ഭൗമവികിരണം ദീർഘതരംഗ രൂപത്തിൽ ഭൗമോപരിതലത്തിൽ നിന്നും ശൂന്യാകാശത്തേക്ക് താപം മടങ്ങിപ്പോകുന്നതിനെയാണ് ഭൗമവികിരണം എന്ന് പറയുന്നത്. അഭിവഹനം എന്ന് പറഞ്ഞാൽ കാറ്റിലൂടെ തിരശ്ചീന തലത്തിൽ താപം വ്യാപിക്കുന്ന പ്രക്രിയയാണ് അഭിവഹനം. താപം വ്യാപിക്കപ്പെടുന്ന 4 പ്രക്രിയകളാണ് താപചാലനം, സംവഹനം, ഭൗമവികിരണം, അഭിവഹനം. ഇവയിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് അഭിവഹനം. കാറ്റിലൂടെ തിരശ്ചീന തലത്തിൽ താപം വ്യാപിക്കുന്ന പ്രക്രിയയാണ് അഭിവഹനം എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ഉൾപ്പെടാത്ത രാജ്യം ഏതാണ്? ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ഉൾപ്പെടാത്ത രാജ്യം നേപ്പാൾ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ഉൾപ്പെട്ടതാണ്. ബംഗ്ലാദേശ് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ഉൾപ്പെട്ടതാണ്. ഭൂട്ടാൻ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ഉൾപ്പെട്ടതാണ്. എന്നാൽ അഫ്ഗാനിസ്ഥാൻ മാത്രമാണ് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ഉൾപ്പെടാത്തതായിട്ടുള്ളത്. അതിനാൽ ഇവിടെ 3 മാത്രം ശരിയായിട്ടുള്ള ഉത്തരം. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ഉൾപ്പെടുന്ന രാജ്യങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഭൂട്ടാൻ, ശ്രീലങ്ക, മാലിദ്വീപ്, നേപ്പാൾ, പാകിസ്ഥാൻ, ഇന്ത്യ, ബംഗ്ലാദേശ് തുടങ്ങിയവയാണ്. ഇന്ത്യയുടെ കിഴക്കേ അറ്റത്തുള്ള രേഖാംശം ഏതാണ്? ഇന്ത്യയുടെ കിഴക്കേ അറ്റത്തുള്ള രേഖാംശം 97°25' കിഴക്ക് എന്നതാണ്. ഇന്ത്യയുടെ കിഴക്കേ അറ്റത്തെ അതിർത്തി
കിഴക്ക്, വടക്ക്, പടിഞ്ഞാറ്, തെക്ക് അതിർത്തികൾ കമൻറ്റ് ചെയ്യണേ ഗൈസ്. പഞ്ചാബ് ഹരിയാന സമതലത്തിൻ്റെ രൂപീകരണത്തിന് കാരണമാകുന്ന നദി ഏതാണ്? പഞ്ചാബ് ഹരിയാന സമതലത്തിൻ്റെ രൂപീകരണത്തിന് കാരണമാകുന്ന നദി സിന്ധു നദിയാണ്. പഹൽഗാം തീവ്രവാദ ആക്രമണത്തെ തുടർന്ന് ഇന്ത്യ പാകിസ്ഥാനിലേക്ക് ഒഴുകുന്ന ചിനാബ് നദിയിലെ നീരൊഴുക്ക് തടയാൻ അടച്ച ഡാം ഏതാണ്? പഹൽഗാം തീവ്രവാദ ആക്രമണത്തെ തുടർന്ന് ഇന്ത്യ പാകിസ്ഥാനിലേക്ക് ഒഴുകുന്ന ചിനാബ് നദിയിലെ നീരൊഴുക്ക് തടയാൻ അടച്ച ഡാം ഓപ്ഷൻ സി ബക്ലേഗാർ ആണ്. ബക്ലേഗാർ ഡാമാണ് പഹൽഗാം ആക്രമണത്തെ തുടർന്ന് ഇന്ത്യ അടച്ചത്. കേരളത്തിൽ സർക്കാർ നടപ്പിലാക്കുന്ന വേതന തൊഴിൽ പദ്ധതി ഏതാണ്? കേരളത്തിലെ സർക്കാർ നടപ്പിലാക്കുന്ന വേതന തൊഴിൽ പദ്ധതിയാണ് ഓപ്ഷൻ ഡി ജീവനം. ക്വസ്റ്റ്യൻ, നഷ്ടപരമായ നശീകരണം എന്ന ആശയം ആവിഷ്കരിച്ചത് ആരാണ്? ഈ ക്വസ്റ്റ്യൻ ഡിലീറ്റഡ് ആണ്. സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ഉൽപാദന പ്രക്രിയയിൽ ഒരു രാജ്യം അഭിമുഖീകരിക്കുന്ന അടിസ്ഥാന സാമ്പത്തിക പ്രശ്നങ്ങളിൽ സാങ്കേതിക വിദ്യയുടെ തിരഞ്ഞെടുപ്പിനെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് ചുവടെ തന്നിരിക്കുന്ന ഏതു ചോദ്യത്തിലാണ്? സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ഉൽപാദന ഘട്ടത്തിൽ ഒരു രാജ്യം അഭിമുഖീകരിക്കുന്ന പ്രധാന ചോദ്യങ്ങളാണ് എന്തുൽപാദിപ്പിക്കണം, എങ്ങനെ ഉൽപ്പാദിപ്പിക്കണം, ആർക്കു വേണ്ടി ഉൽപ്പാദിപ്പിക്കണം. ഇവിടെ എന്തുൽപ്പാദിപ്പിക്കണം എന്ന് പറയുന്നത് ഏതുതരം പ്രൊഡക്റ്റാണ് ഉൽപ്പാദിപ്പിക്കേണ്ടതെന്നതും എങ്ങനെ ഉൽപ്പാദിപ്പിക്കണം എന്നതാണ് സാങ്കേതിക വിദ്യയുമായി ബന്ധപ്പെട്ട ചോദ്യം. ഇവിടെ ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ളത്. താഴെ തന്നിരിക്കുന്നതിൽ ഏതു വിഭാഗമാണ് സാമൂഹ്യ സുരക്ഷാ കോഡ് 2020 ഉൾപ്പെടാത്തത്? ഇവിടെ ഓപ്ഷൻ സി സർക്കാർ ജീവനക്കാരാണ് ഉൾപ്പെടാത്തത്. അതാണ് ശരിയായിട്ടുള്ള ഉത്തരം. സാമൂഹ്യ സുരക്ഷാ കോഡ് 2020 ഉൾപ്പെടുന്നവരാരൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ദിവസവേതനക്കാർ, ഗിഗ് പ്ലാറ്റ്ഫോം തൊഴിലാളികൾ, അതിഥി തൊഴിലാളികൾ. ദിവസവേതനക്കാരും ഗിഗ് പ്ലാറ്റ്ഫോം തൊഴിലാളികളും അതിഥി തൊഴിലാളികളുമാണ് 2020 സാമൂഹിക സുരക്ഷാ കോഡിൽ ഉൾപ്പെടുന്നവർ. അടുത്ത ക്വസ്റ്റ്യൻ, വരും തലമുറയ്ക്ക് അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റാനുള്ള കഴിവിൽ കുറവ് വരാതെ ഇന്നത്തെ തലമുറ അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്ന സമീപനമാണ് സുസ്ഥിര വികസനം. ഈ പ്രസ്താവന മുന്നോട്ട് വെച്ചത് ആരാണ്? ഇവിടെ വരും തലമുറയ്ക്ക് അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റാനുള്ള കഴിവിൽ കുറവ് വരാതെ ഇന്നത്തെ തലമുറ അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്ന സമീപനമാണ് സുസ്ഥിര വികസനം എന്ന പ്രസ്താവന മുന്നോട്ട് വെച്ചത് ഓപ്ഷൻ എ ബ്രണ്ട്ലാൻഡ് കമ്മീഷൻ ആണ്. ഒരു പ്രദേശത്തെ 20 അംഗങ്ങളോളം വരുന്ന ആളുകൾ ഒത്തുചേർന്ന് ചെറിയ സംഘങ്ങൾ രൂപീകരിക്കുന്നു. ഓരോ അംഗവും നിശ്ചിത തുക സംഘത്തിൽ നിക്ഷേപിക്കുന്നു. ബാങ്കുകൾ ഈ സംഘങ്ങൾക്ക് കുറഞ്ഞ നിരക്കിൽ വായ്പകൾ നൽകുന്നു. അങ്ങനെ 2 രീതിയിൽ കിട്ടിയ പണം മൂലധനമായി അംഗങ്ങൾക്ക് വായ്പ നൽകുന്നു. ഈ സമ്പ്രദായമാണ് ഇവിടെ ചെറിയ സംഘങ്ങൾ രൂപീകരിക്കുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാകും ഓപ്ഷൻ ഡി മൈക്രോ ഫിനാൻസ്. ഇന്ത്യയുടെ 16ാം ധനകാര്യ കമ്മീഷൻ ചെയർമാൻ ആരാണ്? ഇവിടെ ഓപ്ഷൻ ബി ഡോക്ടർ അരവിന്ദ് പനഗരെയാണ് ശരിയായിട്ടുള്ള ഉത്തരം. ഇന്ത്യയുടെ ആദ്യത്തെ ധനകാര്യ കമ്മീഷൻ ചെയർമാൻ ആരാണെന്ന് കമൻറ്റ് ചെയ്യണേ ഗൈസ്. ഒരു രാജ്യം അതിൻ്റെ മണ്ണ് മാത്രമല്ല, ഒരു രാജ്യം അതിൻ്റെ ജനങ്ങളാണ് എന്ന വരികൾ ഉദ്ധരിച്ചാണ് കേന്ദ്ര ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമൻ 2025 ബജറ്റ് അവതരിപ്പിച്ചത്. ഈ വരികൾ എഴുതിയത് ആരാണ്? ഒരു രാജ്യം അതിൻ്റെ മണ്ണ് മാത്രമല്ല, ഒരു രാജ്യം അതിൻ്റെ ജനങ്ങളാണ് എന്ന വരികൾ ഉദ്ധരിച്ചാണ് കേന്ദ്ര ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമൻ 2025 ബജറ്റ് അവതരിപ്പിച്ചത്. ഈ വരികൾ എഴുതിയത് ആരാണ്? ഓപ്ഷൻ എ ഗുരജഡ അപ്പറാവു ആണ് ഇവിടെ ശരിയായിട്ടുള്ള ഉത്തരം. ഇറാൻ ഇസ്രായേൽ യുദ്ധത്തെ തുടർന്ന് ഇറാനിൽ നിന്നും ഇന്ത്യക്കാരെ ഇന്ത്യയിലേക്ക് എത്തിക്കുവാനുള്ള നടപടി അറിയപ്പെടുന്നത് എന്തു പേരിലാണ്? ഇറാൻ ഇസ്രായേൽ യുദ്ധത്തിൽ ഇറാനിൽ കുടുങ്ങിപ്പോയ ഇന്ത്യക്കാരെ ഇന്ത്യയിലേക്ക് എത്തിക്കുന്ന നടപടി അറിയപ്പെട്ടത് ഓപ്പറേഷൻ സിന്ധു എന്ന പേരിലാണ്. ഇന്ത്യൻ ഭരണഘടനയിലെ മൗലിക അവകാശങ്ങളുമായി ബന്ധപ്പെട്ട വകുപ്പ് 19 പെടാത്ത പ്രസ്താവന ഏതാണ്? സംസാര സ്വാതന്ത്ര്യവും ആവിഷ്കാര സ്വാതന്ത്ര്യവും, ആയുധങ്ങളില്ലാതെ സമാധാനപരമായി സമ്മേളിക്കുക, നിയമത്തിന് മുന്നിൽ എല്ലാവരും തുല്യരാണ്, ഇന്ത്യയിൽ എവിടെയും സ്വതന്ത്രമായി സഞ്ചരിക്കുക. ഇവിടെ
വകുപ്പ് 19-ൽ വരാത്തത് നിയമത്തിന് മുന്നിൽ എല്ലാവരും തുല്യരാണ് എന്നതാണ്. ഇത് വകുപ്പ് 14-ലാണ് വരുന്നത്. സംസാര സ്വാതന്ത്ര്യവും ആവിഷ്കാര സ്വാതന്ത്ര്യവും, ആയുധങ്ങളില്ലാതെ സമാധാനപരമായി സമ്മേളിക്കുക, ഇന്ത്യയിൽ എവിടെയും സ്വതന്ത്രമായി സഞ്ചരിക്കുക തുടങ്ങിയവ വകുപ്പ് 19-ൽ ഉൾപ്പെടുന്നവയാണ്. അടുത്ത ക്വസ്റ്റ്യൻ. സോഷ്യലിസം, മതേതരത്വം എന്നീ 2 പദങ്ങൾ 42-ാം ഭേദഗതിയിലൂടെ ഭരണഘടനയുടെ ഏതു ഭാഗത്താണ് കൂട്ടിച്ചേർത്തത്? സോഷ്യലിസം, മതേതരത്വം എന്നീ 2 പദങ്ങൾ 42-ാം ഭേദഗതിയിലൂടെ ഭരണഘടനയുടെ ഏത് ഭാഗത്താണ് കൂട്ടിച്ചേർത്തത്? സോഷ്യലിസ്റ്റ്, സെക്യുലർ, ഇൻ്റഗ്രിറ്റി എന്നീ 3 പദങ്ങളാണ് 42-ാം ഭേദഗതിയിലൂടെ ഭരണഘടനയുടെ ആമുഖത്തിൽ കൂട്ടിച്ചേർത്തത്. ഇവിടെ ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ള ഉത്തരം. സുതാര്യവും ഊർജ്ജസ്വലവുമായ സർക്കാർ പദ്ധതി. ചുവപ്പ് നാടയില്ലാത്ത എല്ലാവരിലേക്കും സുരക്ഷിതവും വേഗത്തിലുള്ളതുമായ വിവരങ്ങൾ എത്തിച്ചേരുന്നു. വിവേചനമില്ലാതെ എല്ലാ പൗരന്മാർക്കും ലഭ്യമാകുന്ന പദ്ധതി. ഈ ഗവേണൻസിനെ കുറിച്ചുള്ള ഈ പ്രസ്താവന ആരുടേതാണ്? ഈ ഗവേണൻസിനെ കുറിച്ചുള്ള ഈ പ്രസ്താവന ഓപ്ഷൻ ഡി APJ അബ്ദുൽ കലാമിൻ്റേതായിരുന്നു. ഇനി അടുത്തത് ചേരുംപടി ചേർക്കുന്നതിനാണ്. യൂണിയൻ ലിസ്റ്റ്, സംസ്ഥാന ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ്, അവശിഷ്ട അധികാരങ്ങൾ എന്നിവയാണ് തന്നിരിക്കുന്നത്. അവ ചേരുംപടി ചേർക്കുന്നതിനാണ്. യൂണിയൻ ലിസ്റ്റിൽ വരുന്നതാണ് സെൻസസ്, സംസ്ഥാന ലിസ്റ്റിൽ വരുന്നതാണ് ജയിലുകൾ, കൺകറന്റ് ലിസ്റ്റിലാണ് വനം വരുന്നത്, അവശിഷ്ട അധികാരങ്ങളിലാണ് സൈബർ നിയമങ്ങൾ വരുന്നത്. ഇവിടെ ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ള ഉത്തരം. യൂണിയൻ ലിസ്റ്റിൽ വരുന്നതാണ് സെൻസസ്, സംസ്ഥാന ലിസ്റ്റിൽ വരുന്നതാണ് ജയിലുകൾ, കൺകറന്റ് ലിസ്റ്റിൽ വരുന്നതാണ് വനം, അവശിഷ്ട അധികാരങ്ങളിൽ വരുന്നതാണ് സൈബർ നിയമങ്ങൾ. അവശിഷ്ട അധികാരങ്ങൾ കടമെടുത്തത് ഏത് രാജ്യത്തു നിന്നാണെന്ന് കമൻറ്റ് ചെയ്യണേ ഗൈസ്. അടുത്ത ക്വസ്റ്റ്യൻ. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ തെറ്റായ പ്രസ്താവന ഏതൊക്കെയാണ്? 73-ഉം 74-ഉം ഭരണഘടനാ ഭേദഗതികളുടെ അടിസ്ഥാനത്തിലാണ് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വന്നത്. കേരള സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വന്നത് 1990-ലാണ്. കേരള സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ആദ്യ കമ്മീഷണർ സുകുമാർ സെൻ ആയിരുന്നു. കേരള സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഇപ്പോഴത്തെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ A. ഷാജഹാനാണ്. ഇവിടെ 73-ഉം 74-ഉം ഭരണഘടനാ ഭേദഗതികളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വന്നത്. കേരള സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വന്നത് 1990-ലല്ല, 1993-ലാണ്. കേരള സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ആദ്യ കമ്മീഷണർ സുകുമാർ സെൻ അല്ല, MSK രാമസ്വാമി ആയിരുന്നു. MSK രാമസ്വാമി ആയിരുന്നു. സുകുമാർ സെൻ കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ആദ്യത്തെ കമ്മീഷണർ ആയിരുന്നു. കേരള സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഇപ്പോഴത്തെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ A. ഷാജഹാനാണ്. അതും ശരിയാണ്. ഇവിടെ തെറ്റായിട്ടുള്ള പ്രസ്താവനകളാണ് വേണ്ടത്. ഓപ്ഷൻ ബി ആണ്. 2ഉം 3ഉമാണ് തെറ്റായിട്ടുള്ള പ്രസ്താവനകൾ. അടുത്ത ക്വസ്റ്റ്യൻ ഡിലീറ്റഡ് ആണ്. ദരിദ്രരിൽ ദരിദ്രരായ ജനവിഭാഗത്തിന് തുച്ഛമായ വിലയ്ക്ക് ഭക്ഷ്യധാന്യങ്ങൾ നൽകുന്ന കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതി ഏതാണ്? ദരിദ്രരിൽ ദരിദ്രരായ ജനവിഭാഗത്തിന് തുച്ഛമായ വിലയ്ക്ക് ഭക്ഷ്യധാന്യങ്ങൾ നൽകുന്ന കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതി ഓപ്ഷൻ സി അന്ത്യോദയ അന്ന യോജന പദ്ധതിയാണ്. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. കേരളത്തിൽ ആദ്യമായി തൊഴിൽ വകുപ്പ് രൂപീകരിച്ചത് 1946-ലാണ്. ഇതിനുള്ള നിർദ്ദേശം നൽകിയത് CP രാമസ്വാമി അയ്യറാണ്. ഇതിനുള്ള ഉത്തരവിറക്കിയത് ശ്രീമൂലം തിരുനാൾ രാജാവാണ്. 1946 വരെ വ്യവസായ വകുപ്പിൻ്റെ ഭാഗമായിരുന്നു തൊഴിൽ വകുപ്പ്. ഇവിടെ തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ് നമുക്ക് കണ്ടെത്തേണ്ടത്. കേരളത്തിൽ ആദ്യമായി തൊഴിൽ വകുപ്പ് രൂപീകരിച്ചത് 1946-ലാണ് എന്നത് ശരിയാണ്. ഇതിനുള്ള നിർദ്ദേശം നൽകിയത് CP രാമസ്വാമി അയ്യറാണ്. എന്നാൽ ഇതിനുള്ള ഉത്തരവിറക്കിയത് ശ്രീമൂലം തിരുനാളല്ല, ശ്രീ ചിത്തിര തിരുനാൾ ആയിരുന്നു. 1946 വരെ വ്യവസായ വകുപ്പിൻ്റെ ഭാഗമായിരുന്നു തൊഴിൽ വകുപ്പ്. ഇവിടെ തെറ്റായിട്ടുള്ളത് ഓപ്ഷൻ സി മാത്രമാണ് ഇവിടെ ഉത്തരം വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ രാജ്യസഭയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാമാണ്? രാജ്യസഭയുടെ കാലാവധി 6 വർഷമാണ്. രാജ്യസഭ പാർലമെൻറ്റിൻ്റെ അധോമണ്ഡലമാണ്. രാജ്യസഭ അംഗമാകാനുള്ള കുറഞ്ഞ പ്രായം 25 വയസ്സാണ്. എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും രാജ്യസഭാ അംഗങ്ങളുടെ പ്രാതിനിധ്യം തുല്യമാണ്.
ഇവിടെ എല്ലാ പ്രസ്താവനകളും തെറ്റാണ്. ഇവിടെ ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ളത്. രാജ്യസഭയ്ക്ക് കാലാവധി ഇല്ല. ഇവിടെ ആകെ 1/3 അംഗങ്ങൾ 2 വർഷം കൂടുമ്പോൾ പിരിഞ്ഞു പോകുന്നു എന്നതേ ഉള്ളൂ. 250 രാജ്യസഭയുടെ അംഗബലം. രാജ്യസഭ പാർലമെന്റിന്റെ അധോമണ്ഡലമല്ല, ഉപരിസഭയാണ്. രാജ്യസഭയിൽ അംഗമാകാനുള്ള ഏറ്റവും കുറഞ്ഞ പ്രായം 30 വയസ്സാണ്. എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും രാജ്യസഭാ അംഗങ്ങളുടെ പ്രാതിനിധ്യം തുല്യമല്ല. സംസ്ഥാനത്തെ ജനസംഖ്യയുടെ അടിസ്ഥാനത്തിലാണ് രാജ്യസഭാ സീറ്റുകൾ. കേരളത്തിലെ രാജ്യസഭാ സീറ്റുകൾ 9 എണ്ണമാണ്. ഇവിടെ ഓപ്ഷൻ ബി എല്ലാ പ്രസ്താവനകളും തെറ്റാണ് എന്നതാണ് ശരിയായിട്ടുള്ള ഉത്തരം. MGNREGAയുടെ പൂർണ്ണരൂപം എന്താണ്? മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി ആക്ട് എന്നതാണ് MGNREGAയുടെ പൂർണ്ണരൂപം. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ തന്നിരിക്കുന്നവയിൽ തെറ്റായ പ്രസ്താവനകൾ ഏതൊക്കെയാണ്? ജമ്മു കാശ്മീരിന് പ്രത്യേക പദവി മുൻപ് നൽകിയിരുന്ന വകുപ്പായിരുന്നു 370. 2018 ജമ്മു കാശ്മീരിൻ്റെ സംസ്ഥാന പദവി നഷ്ടപ്പെട്ടു. ഇപ്പോൾ ജമ്മു കാശ്മീർ 2 കേന്ദ്രഭരണ പ്രദേശങ്ങളാണ്. ജമ്മു കാശ്മീർ നാഷണൽ കോൺഫറൻസ് ഇവിടുത്തെ ഒരു പ്രധാന പ്രാദേശിക രാഷ്ട്രീയ പാർട്ടിയാണ്. ഇവിടെ തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ് നമുക്ക് വേണ്ടത്. ഇവിടെ 2 മാത്രമാണ് തെറ്റായിട്ടുള്ളത്. ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. 2018 ജമ്മു കാശ്മീരിൻ്റെ സംസ്ഥാന പദവി നഷ്ടപ്പെട്ടത് 2019 ജമ്മു കാശ്മീരിന് പ്രത്യേക പദവി നൽകിയിരുന്ന വകുപ്പ് 370 ആയിരുന്നു. 2019 ജമ്മു കാശ്മീരിൻ്റെ സംസ്ഥാന പദവി നഷ്ടപ്പെട്ടു. ഇപ്പോൾ ജമ്മു കാശ്മീർ 2 കേന്ദ്രഭരണ പ്രദേശങ്ങളാണ്. ജമ്മു കാശ്മീർ നാഷണൽ കോൺഫറൻസ് ഇവിടുത്തെ ഒരു പ്രധാന പ്രാദേശിക രാഷ്ട്രീയ പാർട്ടിയാണ്. രാജ്യത്ത് ആദ്യമായി വയോജനങ്ങളുടെ ക്ഷേമം, സംരക്ഷണം, പുനരധിവാസം എന്നിവ ഉറപ്പാക്കാൻ വയോജന കമ്മീഷൻ ബിൽ നിയമസഭ പാസാക്കി ഗവർണറുടെ അംഗീകാരത്തിനായി അയച്ച ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? വയോജന കമ്മീഷൻ ബില്ല് നിയമസഭ പാസാക്കി ഗവർണറുടെ അംഗീകാരത്തിനായിട്ട് അയച്ച ഇന്ത്യൻ സംസ്ഥാനമാണ് ഓപ്ഷൻ ഡി കേരളം. അടുത്ത ക്വസ്റ്റ്യൻ ഡിലീറ്റഡ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, CRISPR-Cas9 സാങ്കേതിക വിദ്യയുടെ പ്രധാന പ്രയോജനങ്ങൾ എന്തെല്ലാമാണ്? ജീൻ തെറാപ്പി, കാർഷിക വിളകളുടെ മെച്ചപ്പെടുത്തൽ, രോഗചികിത്സ, മുകളിൽ പറഞ്ഞവയെല്ലാം. ഇവിടെ ജീൻ തെറാപ്പി, കാർഷിക വിളകളുടെ മെച്ചപ്പെടുത്തൽ, രോഗചികിത്സ എന്നിവയ്ക്കെല്ലാം CRISPR-Cas9 സാങ്കേതികവിദ്യ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഓപ്ഷൻ ഡി മുകളിൽ പറഞ്ഞതെല്ലാം എന്നതാണ് ശരിയായിട്ടുള്ള ഉത്തരം. താഴെ കൊടുത്തിരിക്കുന്ന പട്ടികയിൽ നിന്നും ശരിയായ വാക്സിൻ്റെയും അസുഖത്തിൻ്റെയും ജോഡി തിരഞ്ഞെടുക്കുക. BCG ഹെപ്പറ്റൈറ്റിസ് ബി, OPV പോളിയോ, MR റോട്ടാ വൈറസ്, PCV ക്ഷയം. ഇവിടെ BCG ക്ഷയത്തിനുള്ള വാക്സിനാണ്. MR എന്നത് മീസിൽസ്, മംസ തുടങ്ങിയവയ്ക്കുള്ള വാക്സിനാണ്. PCV എന്നത് സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയയ്ക്കെതിരെയുള്ള വാക്സിനാണ്. ഇവിടെ OPV പോളിയോ എന്നത് മാത്രമാണ് ശരിയായിട്ടുള്ള വാക്സിനും അതിൻ്റെ അസുഖവും. ഓസോൺ പാളിയുടെ ശോഷണത്തിന് കാരണമായ രാസവസ്തു ഏതാണ്? ഓസോൺ പാളിയുടെ ശോഷണത്തിന് കാരണമായ പ്രധാന രാസവസ്തുവാണ് ഓപ്ഷൻ എ ക്ലോറോഫ്ലൂറോ കാർബൺ. ഓസോൺ പാളി സ്ഥിതി ചെയ്യുന്നത് സ്ട്രാറ്റോസ്ഫിയറിലാണ്. ഓസോൺ ഡേ എന്നാണെന്ന് കമൻറ്റ് ചെയ്യണേ ഗൈസ്. അതുപോലെ തന്നെ ഓസോൺ പാളിയുടെ ശോഷണത്തിന് കാരണമായ വസ്തുക്കളുടെ അളവ് കുറയ്ക്കുന്നതിനാവശ്യമായിട്ടുള്ള കൺവെൻഷൻ ഏതാണെന്ന് കൂടി കമൻറ്റ് ചെയ്യണേ. അടുത്ത ക്വസ്റ്റ്യൻ ഡിലീറ്റഡ് ആണ്. ആരോഗ്യ കേരളം പദ്ധതിയുടെ പ്രധാന ഉദ്ദേശം എന്താണ്? ആരോഗ്യ കേരളം പദ്ധതിയുടെ പ്രധാന ഉദ്ദേശം ആരോഗ്യ സേവനങ്ങൾ ഗ്രാമപ്രദേശങ്ങളിലെ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നതാണ്. തലച്ചോറിൻ്റെ പ്രധാനപ്പെട്ട ഭാഗമായ സെറിബ്രത്തെക്കുറിച്ചുള്ള പ്രസ്താവനകൾ താഴെ കൊടുത്തിരിക്കുന്നു. ശരിയായിട്ടുള്ളത് തിരഞ്ഞെടുത്തെഴുതുക. സെറിബ്രം മനുഷ്യൻ്റെ തലച്ചോറിൻ്റെ ഏറ്റവും വലിയ ഭാഗമാണ്. ഹൃദയമിടിപ്പ്, ശ്വസനം, രക്തസമ്മർദ്ദം തുടങ്ങിയ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്നു. നമ്മുടെ ശരീരത്തിൻ്റെ സന്തുലനാവസ്ഥ കാക്കാൻ സഹായിക്കുന്നു. ചിന്തനം, ഓർമ്മ, ബുദ്ധിമുട്ടുകൾ പരിഹരിക്കൽ, ഭാഷാ തീരുമാനങ്ങൾ എന്നിവയെ നിയന്ത്രിക്കുന്നത് സെറിബ്രമാണ്. ഇവിടെ ശരിയായിട്ടുള്ള പ്രസ്താവനകളാണ്. സെറിബ്രമാണ് മനുഷ്യൻ്റെ തലച്ചോറിലെ ഏറ്റവും വലിയ ഭാഗം. എന്നാൽ ഹൃദയമിടിപ്പ്, ശ്വസനം എന്നിവ നിയന്ത്രിക്കുന്നത് സെറിബ്രമല്ല, മെഡുല്ലയാണ്.
നമ്മുടെ ശരീരത്തിലെ സന്തുലനാവസ്ഥ കാക്കാൻ സഹായിക്കുന്നത് സെറിബെല്ലമാണ്. ചിന്തനം, ഓർമ്മ തുടങ്ങിയ ബുദ്ധിമുട്ടുകൾ പരിഹരിക്കൽ, ഭാഷാ തീരുമാനങ്ങൾ എന്നിവയെ നിയന്ത്രിക്കുന്നത് സെറിബ്രമാണ്. ഇവിടെ 1ഉം 4ഉമാണ് ശരിയായിട്ടുള്ള പ്രസ്താവനകൾ. അടുത്ത ക്വസ്റ്റ്യൻ, എന്താണ് ജീവിതശൈലി രോഗങ്ങൾക്ക് കാരണമാകുന്നത്? പരിസ്ഥിതി മലിനീകരണം, പ്രകൃതി ദുരന്തങ്ങൾ, അനിയന്ത്രിതമായ ഭക്ഷണശീലം, വൈറസ് ആക്രമണം. ഇവയിലേതാണ് ജീവിതശൈലി രോഗങ്ങൾക്ക് കാരണമാകുന്നത്? അനിയന്ത്രിതമായ ഭക്ഷണശീലമാണ് ജീവിതശൈലി രോഗങ്ങൾക്ക് കാരണമാകുന്നത്. അമ്ലമഴയുടെ pH മൂല്യം ഏകദേശം എത്രയായിരിക്കും? അമ്ലമഴയുടെ pH മൂല്യം 5.6-ൽ താഴെയായിരിക്കും. ഏതൊരു പ്രവർത്തനത്തിനും തുല്യവും വിപരീതവുമായ ഒരു പ്രതിപ്രവർത്തനം ഉണ്ടായിരിക്കും. ഇത് ന്യൂട്ടന്റെ എത്രാമത്തെ ചലന നിയമമാണ്? ഈ ചലന നിയമം എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും. ഏതൊരു പ്രവർത്തനത്തിനും തുല്യവും വിപരീതവുമായ ഒരു പ്രതിപ്രവർത്തനം ഉണ്ടായിരിക്കും എന്നത് ന്യൂട്ടന്റെ 3ാം ചലന നിയമമാണ്. വൈദ്യുത കാന്തിക തരംഗങ്ങളിൽ ആവൃത്തി ഏറ്റവും കൂടിയ തരംഗം ഏതാണ്? വൈദ്യുത കാന്തിക തരംഗങ്ങളിൽ ഏറ്റവും ആവൃത്തി കൂടിയ തരംഗം ഗാമ കിരണമാണ്. ഭൂമിയുടെ കേന്ദ്രത്തിൽ ഗ്രാവിറ്റി മൂലമുള്ള ത്വരണം ജിയുടെ മൂല്യം എത്രയായിരിക്കും? ഭൂകേന്ദ്രത്തിലെ ജിയുടെ മൂല്യം ഓപ്ഷൻ ബി 0 m/s² എന്നതാണ്. ലോകത്തിലെ ഏറ്റവും വേഗത കൂടിയ ഹൈസ്പീഡ് ട്രെയിൻ CR450 അനാച്ഛാദനം ചെയ്ത രാജ്യം ഏതാണ്? ഹൈസ്പീഡ് ട്രെയിൻ CR450 അനാച്ഛാദനം ചെയ്ത രാജ്യം ഓപ്ഷൻ ഡി ചൈനയാണ്. നാസയിലെ ബഹിരാകാശ യാത്രികരായ സുനിത വില്യംസും ബാരി വിൽമോറും 2024 ജൂൺ മുതൽ 2025 മാർച്ച് വരെ 9 മാസക്കാലം അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെ ഗവേഷണത്തിനു ശേഷം ഭൂമിയിലേക്ക് മടങ്ങിയത് ഏതു വാഹനത്തിലായിരുന്നു? നാസയിലെ ബഹിരാകാശ യാത്രികരായ സുനിത വില്യംസും ബാരി വിൽമോറും ഭൂമിയിലേക്ക് മടങ്ങിയെത്തിയത് ഓപ്ഷൻ സി സ്പേസ് എക്സ് ക്രൂ ഡ്രാഗൺ എന്ന വാഹനത്തിലായിരുന്നു. 132 ഗ്രാം കാർബൺ ഡൈ ഓക്സൈഡിൽ എത്ര മോൾ കാർബൺ ഡൈ ഓക്സൈഡ് അടങ്ങിയിരിക്കുന്നു എന്ന് കണ്ടെത്തുക. 132 ഗ്രാം കാർബൺ ഡൈ ഓക്സൈഡിൽ 3 മോൾ കാർബൺ ഡൈ ഓക്സൈഡ് ആണ് അടങ്ങിയിരിക്കുന്നത്. ഒരു നിശ്ചിത താപനിലയിൽ പൂരിതമാകാൻ ആവശ്യമായതിൽ കൂടുതൽ ലീനം ലയിച്ചു ചേർന്ന ലായനിയെ പറയുന്ന പേര് എന്താണ്? ഒരു നിശ്ചിത താപനിലയിൽ പൂരിതമാകാൻ ആവശ്യമായതിനേക്കാൾ കൂടുതൽ ലീനം ലയിച്ചു ചേർന്ന ലായനിയുടെ പേരാണ് അതിപൂരിത ലായനി. സ്ഥിരകാന്തങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നത് ഏത് ലോഹമാണ്? സ്ഥിരകാന്തങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നത് അൽനിക്കോയാണ്. ഹീറ്റിംഗ് കോയിലുകൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നത് നിക്രോമാണ്. അൽനിക്കോ സ്ഥിരകാന്തങ്ങൾ നിർമ്മിക്കാനാണ് ഉപയോഗിക്കുന്നത്. അൽനിക്കോയിൽ ഉൾപ്പെട്ടിരിക്കുന്നത് അയണ്, അലുമിനിയം, നിക്കൽ, കൊബാൾട്ട് തുടങ്ങിയവയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഒരു ചരക്ക് കപ്പൽ അപകടത്തിൽപ്പെട്ടാൽ അതിലെ കണ്ടെയ്നറുകളിൽ കാൽസ്യം കാർബൈഡ് ഉണ്ടെങ്കിൽ അത് ജലവുമായി സമ്പർക്കത്തിലുണ്ടാകുമ്പോൾ പുറത്തു വരുന്ന വാതകം ഏതാണ്? ഒരു ചരക്ക് കപ്പലിലെ കണ്ടെയ്നറുകളിൽ കാൽസ്യം കാർബൈഡ് ഉണ്ടെങ്കിൽ അത് ജലവുമായി സമ്പർക്കത്തിൽ വരുമ്പോൾ ഉണ്ടാകുന്ന വാതകമാണ് അസറ്റിലിൻ. അടുത്ത ക്വസ്റ്റ്യൻ, പ്രോട്ടീനുകളുടെ ത്രിമാന ഘടന പ്രവചിക്കാൻ സഹായിക്കുന്ന നിർമ്മിത ബുദ്ധി ഉപകരണം ഏതാണ്? പ്രോട്ടീനുകളുടെ 3D സ്ട്രക്ചർ പ്രവചിക്കാൻ ഉപയോഗിക്കുന്ന ഒരു AI ടൂളാണ് ആൽഫാഫോൾഡ്. ഓപ്ഷൻ സി ആൽഫാഫോൾഡ് ആണ് ഇവിടെ ശരിയായിട്ടുള്ള ഉത്തരം. 2024-25 അധ്യയന വർഷം മുതൽ കേരള സ്കൂൾ കലോത്സവത്തിൽ ഉൾപ്പെടുത്തിയ ഗോത്ര കലാരൂപങ്ങൾ താഴെ കൊടുത്തിട്ടുള്ളവയിൽ ഏതെല്ലാമാണ്? പണിയനൃത്തം, പളിയനൃത്തം, ഇരുളനൃത്തം, മംഗലം കളി, മിഥുവ നൃത്തം, മലയപ്പുലയ ആട്ടം. ഇവിടെ ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ടുള്ളത്. പണിയനൃത്തം, പളിയനൃത്തം, ഇരുളനൃത്തം, മംഗലം കളി, മലപ്പുലയ ആട്ടം. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്നവയിൽ 2024 മേജർ ധ്യാൻചന്ദ് ഖേൽരത്ന അവാർഡ് ജേതാക്കൾ ആരെല്ലാമാണ്? 2024 മേജർ ധ്യാൻചന്ദ് ഖേൽരത്ന അവാർഡ് ലഭിച്ചവർ ഗുകേഷ് ടി, ഹർമൻപ്രീത് സിംഗ്, പ്രവീൺ കുമാർ, മനു ഭാക്കർ എന്നിവരാണ്. ഇവർ 4 പേരും 2024 മേജർ ധ്യാൻചന്ദ് ഖേൽരത്ന അവാർഡ് ജേതാക്കളാണ്. 2025 ജൂണിൽ ഉദ്ഘാടനം ചെയ്യപ്പെട്ട ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ റെയിൽവേ കമാന പാലം ഏതാണ്?
2025 ജൂണിൽ ഉദ്ഘാടനം ചെയ്യപ്പെട്ട ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ റെയിൽവേ കമാന പാലമാണ് ചെനാബ് റെയിൽവേ പാലം. അടുത്ത ക്വസ്റ്റ്യൻ ചേരുംപടി ചേർക്കുന്നതിനാണ് അടുത്ത ക്വസ്റ്റ്യൻ. ഇവിടെ കവികളും അവരുടെ കൃതികളെയുമാണ് തന്നിരിക്കുന്നത്. നിരീശ്വരൻ എന്നത് VJ ജെയിംസിൻ്റെ കൃതിയാണ്. മീശ എന്നത് S ഹരീഷിൻ്റേത്. ലത്തൻ ബത്തേരിയിലെ ലുത്തീനിയകൾ എന്നത് NS മാധവൻ്റെ കൃതിയും സമ്പർക്ക ക്രാന്തി എന്നത് V ഷിനിലാലിൻ്റെ കൃതിയുമാണ്. ഇവിടെ ഓപ്ഷൻ A ആണ് ശരിയായിട്ടുള്ളത്. നിരീശ്വരൻ VJ ജെയിംസിൻ്റെ കൃതിയാണ്. മീശ S ഹരീഷിൻ്റെ കൃതിയാണ്. ലത്തൻ ബത്തേരിയിലെ ലുത്തീനിയകൾ എന്നത് NS മാധവൻ്റെ കൃതിയാണ്. സമ്പർക്ക ക്രാന്തി എന്നത് V ഷിനിലാലിൻ്റേതാണ്. കേരള സർക്കാരിൻ്റെ പരമോന്നത സാഹിത്യ ബഹുമതി ഏതാണ്? വള്ളത്തോൾ പുരസ്കാരം, വയലാർ അവാർഡ്, എഴുത്തച്ഛൻ പുരസ്കാരം, ഓടക്കുഴൽ അവാർഡ്. ഇവിടെ കേരള സർക്കാരിൻ്റെ പരമോന്നത സാഹിത്യ ബഹുമതിയാണ് എഴുത്തച്ഛൻ പുരസ്കാരം. അടുത്തത് ശരിയായ ജോഡികൾ കണ്ടെത്തുക എന്നതാണ്. വൈശാഖ മഹോത്സവം കൊട്ടിയൂർ ക്ഷേത്രം, വൃശ്ചികോത്സവം തളി ക്ഷേത്രം, പുത്തിരി തിരുവപ്പന ശ്രീ മുത്തപ്പൻ ക്ഷേത്രം പറശ്ശിനിക്കടവ്, പൈങ്കുനി ഉത്സവം കൽപ്പാത്തി പാലക്കാട്. വൈശാഖ മഹോത്സവം കൊട്ടിയൂർ ക്ഷേത്രം എന്നത് ശരിയാണ്. വൃശ്ചികോത്സവം നടക്കുന്നത് എറണാകുളത്താണ്. പുത്തിരി തിരുവപ്പന എന്നത് ശ്രീ മുത്തപ്പൻ ക്ഷേത്രം പറശ്ശിനിക്കടവിൽ തന്നെയാണ്. പൈങ്കുനി ഉത്സവം നടക്കുന്നത് തിരുവനന്തപുരത്താണ്. ഇവിടെ 1ഉം 3ഉമാണ് ശരിയായിട്ടുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ 2025 യുനെസ്കോയുടെ മെമ്മറി ഓഫ് വേൾഡ് രജിസ്റ്ററിൽ ഇടം പിടിച്ച 2 ഇന്ത്യൻ ഗ്രന്ഥങ്ങൾ ഏതെല്ലാമാണ്? 2025 യുനെസ്കോയുടെ മെമ്മറി ഓഫ് വേൾഡ് രജിസ്റ്ററിൽ ഇടം പിടിച്ച 2 ഗ്രന്ഥങ്ങളാണ് ഭഗവത്ഗീതയും നാട്യശാസ്ത്രവും. ഇവിടെ ഓപ്ഷൻ സി 1ഉം 2ഉമാണ് ശരിയായിട്ടുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ നെറ്റ്വർക്കിൽ ഉൾപ്പെട്ടിരിക്കുന്ന കമ്പ്യൂട്ടറുകൾക്ക് സ്വയം IP വിലാസം ലഭ്യമാകുന്ന സാങ്കേതിക വിദ്യ ഏതാണ്? നെറ്റ്വർക്കിൽ ഉൾപ്പെട്ടിരിക്കുന്ന കമ്പ്യൂട്ടറുകൾക്ക് സ്വയം IP വിലാസം ലഭ്യമാകുന്ന സാങ്കേതിക വിദ്യയാണ് ഡൈനാമിക് ഹോസ്റ്റ് കോൺഫിഗറേഷൻ പ്രോട്ടോകോൾ. താഴെ പറയുന്നവയിൽ ഒരു ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റം അല്ലാത്തത് ഏതാണ്? ഇവിടെ ഒരു ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റം അല്ലാത്തത് ഓപ്ഷൻ ഡി ലിബ്രെ ഓഫീസ് ഇംപ്രസ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ ഡാഷ് ഒരു സ്വതന്ത്ര വിവരവിനിമയ നവസാമൂഹിക മാധ്യമം ആണ്. ഏതാണ് ഇതിലൊരു സ്വതന്ത്ര വിവരവിനിമയ നവസാമൂഹിക മാധ്യമം? ഓപ്ഷൻ എ ഡയാസ്പോറയാണ് ശരിയായിട്ടുള്ള ഉത്തരം. 2025 ജനുവരിയിൽ ചൈനീസ് കമ്പനി അവതരിപ്പിച്ച ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ചാറ്റ് ബോട്ട് ഏതാണ്? 2025 ജനുവരിയിൽ ചൈനീസ് കമ്പനി അവതരിപ്പിച്ച ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ചാറ്റ് ബോട്ടാണ് ഓപ്ഷൻ ബി ഡീപ് സീക്ക്. ഇന്ത്യയിലെ ക്വാണ്ടം ഇൻഡസ്ട്രി വികസിപ്പിക്കുന്നതിനായി ആദ്യത്തെ ക്വാണ്ടം വാലി ടെക് പാർക്ക് ആരംഭിച്ചത് ഏത് നഗരത്തിലാണ്? ഇന്ത്യയിലെ ക്വാണ്ടം ഇൻഡസ്ട്രി വികസിപ്പിക്കുന്നതിനായി ആദ്യത്തെ ക്വാണ്ടം വാലി ടെക് പാർക്ക് ആരംഭിച്ചത് ഓപ്ഷൻ സി അമരാവതിയിലായിരുന്നു. അടുത്ത ക്വസ്റ്റ്യൻ വിവരാവകാശ നിയമപ്രകാരം വെളിപ്പെടുത്തലിൽ നിന്നും ഒഴിവാക്കാത്ത വിവരങ്ങൾ പ്രസ്താവിക്കുക. ഇവിടെ ഒഴിവാക്കാത്തത് ഓപ്ഷൻ 1 മാത്രമാണ്. ഓപ്ഷൻ ബി ആണ് ഇവിടെ ശരിയായിട്ടുള്ളത്. ഒഴിവാക്കിയിട്ടുള്ളവ നമുക്ക് നോക്കാം. ക്യാബിനറ്റ് പേപ്പറുകൾ, വിവരങ്ങൾ വെളിപ്പെടുത്തുന്നത് സംസ്ഥാന നിയമസഭയുടെ പ്രത്യേക അവകാശ ലംഘനത്തിന് കാരണമാകുന്നവ, മന്ത്രിമാരുടെ സമിതിയിലെ ചർച്ചകളുടെ രേഖകൾ. അടുത്ത ക്വസ്റ്റ്യൻ ഡിലീറ്റഡ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ ഭരണഘടനയുടെ ഏത് അനുച്ഛേദം പ്രകാരമാണ് പട്ടികജാതിക്കാർക്കായിട്ടുള്ള ദേശീയ കമ്മീഷൻ രൂപീകരിച്ചിരിക്കുന്നത്? പട്ടികജാതിക്കാർക്കുള്ള ദേശീയ കമ്മീഷന്റെ രൂപീകരണം ഓപ്ഷൻ എ 338 വകുപ്പ് പ്രകാരമാണ്. ഗാർഹിക പീഡന നിയമത്തിലെ 12 വകുപ്പ് പ്രകാരം ആർക്കൊക്കെ അപേക്ഷ നൽകാം? പീഡിപ്പിക്കപ്പെട്ട വ്യക്തിക്ക് മാത്രം, ഏതൊരാൾക്കും, പീഡിപ്പിക്കപ്പെട്ട വ്യക്തിക്കും പ്രൊട്ടക്ഷൻ ഓഫീസർക്കും മാത്രം. എല്ലാം ശരിയാണ്. ഇവിടെ എല്ലാം ശരിയാണ്. പീഡിപ്പിക്കപ്പെട്ട വ്യക്തിക്ക്, ഏതൊരാൾക്കും, പീഡിപ്പിക്കപ്പെട്ട വ്യക്തിക്കും പ്രൊട്ടക്ഷൻ ഓഫീസർക്കും, ഇവർക്കെല്ലാവർക്കും ഗാർഹിക പീഡന നിയമത്തിലെ 12 വകുപ്പ് പ്രകാരം അപേക്ഷ നൽകാവുന്നതാണ്.
പോക്സോ നിയമപ്രകാരം കുട്ടിയുടെ നിർവചനത്തിൽ വിഭാവനം ചെയ്യപ്പെട്ട പ്രായം എത്രയാണ്? പോക്സോ നിയമപ്രകാരം ഒരാളെ കുട്ടി എന്ന് കണക്കാക്കുന്നത് 18 വയസ്സിന് താഴെയുള്ളവരെയാണ്. ഇവിടെ ഓപ്ഷൻ സി 2 മാത്രമാണ് ശരിയായിട്ടുള്ള ഉത്തരം. പോക്സോ നിയമപ്രകാരം കൗമാരക്കാർക്കിടയിലെ ലൈംഗികതയെ അപ്പാടെ കുറ്റകരമാക്കുന്നത് ആശങ്കാജനകമാണെന്ന് പ്രതിപാദിക്കുന്ന ലോ കമ്മീഷൻ റിപ്പോർട്ട് ഏതാണ്? ഇവിടെ ഓപ്ഷൻ എ 283 റിപ്പോർട്ടാണ് ശരിയായിട്ടുള്ള ഉത്തരം. അടുത്ത ക്വസ്റ്റ്യൻ, മാതാപിതാക്കളുടെയും മുതിർന്ന പൗരന്മാരുടെയും സംരക്ഷണ നിയമത്തിൻ്റെ രക്ഷിതാവ് ആരാണ്? മാതാപിതാക്കളുടെയും മുതിർന്ന പൗരന്മാരുടെയും സംരക്ഷണ നിയമത്തിൽ രക്ഷിതാവ് എന്ന് പറയുന്നത് ആരെയാണ്? ജന്മം നൽകിയ രക്ഷിതാവും ദത്തെടുക്കുന്നവരും രണ്ടാനച്ഛനും രണ്ടാനമ്മയും ഒന്നും രണ്ടും രണ്ട് മാത്രം. ഇവിടെ ഒന്നും രണ്ടും മാത്രം ഓപ്ഷൻ സി മൂന്നാമത്തെ ഓപ്ഷനാണ് ശരിയായിട്ടുള്ളത്. ജന്മം നൽകിയ രക്ഷിതാവിനെയും ദത്തെടുക്കുന്നവരെയും രണ്ടാനച്ഛനെയും രണ്ടാനമ്മയെയും ഇവിടെ രക്ഷിതാവ് എന്ന പേരിലാണ് കണക്കാക്കുന്നത്. അടുത്തത് ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻസ് ആണ്. ടീച്ചർ കുഡ് നോട്ട് ഹെൽപ്പ് ലാഫിംഗ് അറ്റ് ദ ക്രിറ്റിസിസം. ഓപ്ഷൻ സി ആണ് ഇവിടെ ശരിയായിട്ടുള്ള ഉത്തരം. ഇഫ് ഐ ഹാഡ് ദ മണി ഐ വിൽ ബൈ എ ന്യൂ ഡ്രസ് ഫോർ യു. If I have the money, I will buy a new dress for you. My mother dash in this house for 10 years. My mother has been living in this house for 10 years. The poem tempts the readers to ponder over the beauty of the nature. Option D over ആണ് ഇവിടെ ശരിയായിട്ടുള്ള ഉത്തരം. Give a one-word substitute for a person who loves books. ഇവിടെ ഓപ്ഷൻ എ ബിബ്ലിയോഫൈൽ ആണ് ശരിയായിട്ടുള്ള ഉത്തരം. The correctly spelt word is. വാക്യമിൻ്റെ ശരിയായിട്ടുള്ള സ്പെല്ലിംഗ് വരുന്നത് ഓപ്ഷൻ സിയിലാണ്. What does the foreign phrase vis-a-vis means? ഇവിടെ ഓപ്ഷൻ ബി in relation to എന്നാണ് ശരിയായിട്ടുള്ള ഉത്തരം. ഷീപ്പിൻ്റെ കളക്റ്റീവ് നൗൺ ആണ് ഫ്ലോക്ക്. ഫിഷിൻ്റെ കളക്റ്റീവ് നൗൺ എന്താണ്? ഇവിടെ ഓപ്ഷൻ ഡി സ്കൂൾ ആണ് ശരിയായിട്ടുള്ള ഉത്തരം. ചേഞ്ച് ഇൻ ടു റിപ്പോർട്ടഡ് സ്പീച്ച്. ഹിസ് ഫാദർ ആസ്ക്ഡ്, ഡു യു തിങ്ക് യു നോ ദ ലെസൺ ബെറ്റർ ദാൻ യുവർ ടീച്ചർ. ഇവിടെ ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ള ഉത്തരം. ഹിസ് ഫാദർ ആസ്ക്ഡ് വെദർ ഹി തോട്ട് ഹി ന്യൂ ദ ലെസൺ ബെറ്റർ ദാൻ ഹിസ് ടീച്ചർ. എക്സ്പാൻഡ് RDX. റോയൽ ഡിമോളിഷൻ എക്സ്പ്ലോസീവ് എന്നതാണ് RDXൻ്റെ ഫുൾ ഫോം. അടുത്തത് മലയാളം ക്വസ്റ്റ്യൻസ് ആണ്. താഴെ പറയുന്നവയിൽ മകൻ്റെ ഭാര്യ എന്നർത്ഥം വരുന്ന പദം ഏതാണ്? ജാമാതാവ് എന്നാൽ മരുമകനാണ്. ഇവിടെ മകൻ്റെ ഭാര്യ എന്നർത്ഥം വരുന്നത് സ്നുഷയാണ്. വ്യാകരണം പഠിച്ചിട്ടുള്ളവനെ എന്തു പറയും? വ്യാകരണം പഠിച്ചിട്ടുള്ളതിൻ്റെ ഒറ്റപ്പദമാണ് വൈയാകരണൻ. തെറ്റായ പുല്ലിംഗ സ്ത്രീലിംഗ ജോഡി കണ്ടെത്തുക. ഇവിടെ തെറ്റായിട്ടുള്ളത് ജനകൻ ജനനി എന്നുള്ളതാണ് വരേണ്ടത്. ജനകൻ ജനനി എന്നാണ് വരേണ്ടത്. ഇവിടെ ജനകൻ ജാനകി എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഓപ്ഷൻ ഡി ആണ് ഇവിടെ ശരിയായിട്ടുള്ളത്. ബാക്കി ശരിയായിട്ടുള്ളവ നോക്കാം. ലേഖകൻ ലേഖിക, ദേവൻ ദേവി, സ്വാമി സ്വാമിനി. കൊന്നമരം എന്ന അർത്ഥം വരാത്ത പദം ഏതാണ്? കൊന്നമരം എന്ന അർത്ഥം വരാത്തത് ഓപ്ഷൻ ഡി സൗപർണമാണ്. അരഗ്വതം, കർണികാരം, സുവർണകം എന്നിവ കൊന്നമരത്തിൻ്റെ പര്യായ പദങ്ങളാണ്. ഇവിടെ ഓപ്ഷൻ ഡി ആണ് കൊന്നമരം എന്ന അർത്ഥം വരാത്ത പദം. അടുത്ത ക്വസ്റ്റ്യൻ, അവസാനിപ്പിക്കുക എന്നർത്ഥം വരുന്ന ശൈലി ഏതാണ്? അവസാനിപ്പിക്കുക എന്നർത്ഥം വരുന്ന ശൈലിയാണ് ഭരതവാക്യം ചൊല്ലുക. പരോപകാരം എന്ന പദം പിരിച്ചെഴുതിയാൽ പര പ്ലസ് ഉപകാരം എന്നാണ് വരിക. ഇവിടെ ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. അന്തർമുഖൻ എന്ന പദത്തിൻ്റെ വിപരീത പദം എന്താണ്? അന്തർമുഖൻ എന്ന പദത്തിൻ്റെ വിപരീത പദമാണ് ബഹിർമുഖൻ.
അടുത്ത ക്വസ്റ്റ്യൻ, പാത്രമറിഞ്ഞ് ദാനം ചെയ്യണമെന്ന പഴഞ്ചൊല്ലിൻ്റെ പൊരുൾ എന്താണ്? പാത്രമറിഞ്ഞ് ദാനം ചെയ്യണമെന്നതിൻ്റെ പൊരുൾ ആളറിഞ്ഞ് ദാനം നൽകണമെന്നതാണ്. തന്നിരിക്കുന്നവയിൽ തെറ്റായ ജോഡി ഏതാണ്? ഇവിടെ ഓപ്ഷൻ സി ആണ് തെറ്റായിട്ടുള്ളത്. കപോലം അല്ല തലയോട്ടി, കപാലമാണ് തലയോട്ടി. ക്ഷിതിയാണ് ഭൂമി, രുതിരം ചോരയുടെ പര്യായമാണ്, സുരൻ ദേവന്റെ പര്യായമാണ്. തന്നിരിക്കുന്നവയിൽ ശരിയായ വാക്യം ഏതാണ്? ഇവിടെ ഓപ്ഷൻ സി, പരേതൻ ഒരു വയസ്സുള്ള ഇരട്ടക്കുട്ടികളുടെ പിതാവാണ് എന്നതാണ് ശരിയായിട്ടുള്ളത്. അങ്ങനെ ഇന്നത്തെ നമ്മുടെ ക്വസ്റ്റ്യൻസ് കഴിഞ്ഞിരിക്കുകയാണ്. ഇഷ്ടമായെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്.